ഇന്ന് അവരെന്റെ വീട്ടിൽ വന്ന മേഡത്തെ വരട്ടിയത്. ഇനി അവരങ്ങനെ വെറുതെ ഇരിക്കുന്ന എനിക്ക് തോന്നല്ല. എനിക്കൊരു ഐഡിയ. എന്താ? മാഡത്തിനെ കുറച്ച് ദിവസത്തേക്ക് എവിടെയും മാറ്റി താമസിപ്പിച്ചാലോ? അതിനവര് വലിയ സിനിമാടിയല്ലേ, അപ്പൊ പിന്നെ പെട്ടെന്ന് കാണാൻ പ്രശ്നമില്ലേ? അതിന് വഴിയുണ്ട്. മാഡം ഒരാഴ്ച ടൂർ പോകാന്ന് പറയണം. പക്ഷെ അതിനുള്ളില് ലൂക്കോച്ചൻ എങ്ങനെയും ഒതുക്കണം. അതിന് മാഡത്തെ എങ്ങോട്ടൊക്കെ മാറ്റി? നമ്മുടെ ജോണേട്ടന്റെ സുഹൃത്തിന്റെ എങ്ങോട്ടൊക്കെ മാറ്റി? നമ്മുടെ ജോണേട്ടന്റെ സുഹൃത്തിന്റെ ഒരു വീടില്ലേ, ആ കായലിന്റെ തുരുത്തില്? ആ, പണ്ട് നമ്മൾ ജോണേട്ടനോട് പിക്നിക്കിന് പോയ സ്ഥലം. അത് കൊള്ളാം, അത് മതി. അതാകുമ്പോ ആരും അറിയില്ല. അതെ. ഹലോ, പേട്ട ലൂക്കോച്ചനാണോ? അതെ. പിന്നെ ഒരു കാര്യം, നീ ഒരു മോതിരം ഇട്ട് കൊടുത്തില്ലേ, അത് ഞങ്ങൾ കൊണ്ടുപോയി വിറ്റു. എന്നിട്ടൊരു വലിയ കത്തി വാങ്ങിച്ചു. എന്തിനാണെന്നറിയോ? നിന്റെ ചങ്കി കേറ്റാൻ. നീ ഞങ്ങളെ കുറിച്ച് എന്താ കരുതിയത്? നിന്റെയും നിന്റെ അനിയൻ പേട്ടമാരുടെയും ചെപ്പാക്കുട്ടി ഞങ്ങൾ നടക്കും. പേട്ട ലൂക്കോച്ചാ, ഇത് അപ്പുവാണ്, അപ്പൂസ്. നിനക്ക് മനസ്സിലായില്ല അല്ലേ? ശരിക്കും മനസ്സിലാക്കി തരാം. ഇനി ഖുഷ്ബുവിന്റെ പുറകെ നടക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്താലുണ്ടല്ലോ, നീയൊക്കെ വിവരം അറിയും. പറയുന്നത് അപ്പുവാ, അപ്പു. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ സേവിച്ചമ്പേട്ട, ഇത് തൊമ്മച്ചമ്പേട്ട. ആ, എന്താ പേട്ടകളെ? അവളവിടെ പോയി. എവള്? ഖുഷ്ബു. അതാര്? ഇവിടെ താമസിച്ചിരുന്നവള്. അവളവിടെ പോയി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്ത്? ഇവിടെ താമസിച്ചിരുന്ന അവര് മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ താമസിച്ചിരുന്ന ഞാൻ ഇങ്ങോട്ടേക്ക് പോയി. വേറൊന്നും എനിക്കറിയില്ല. ആ, ഇത് എന്റെ അനന്തരവൻ, ഇത് ഇവന്റെ അമ്മാവൻ. എല്ലാവരെയും വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം. ഇനി അധികം നേരം ഇവിടെ നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ? പരട്ട പേട്ടകള് പോയി പണി വെക്കടാ പുല്ലേ. വാ, നമുക്ക് അകത്തേക്ക് കയറാം.